ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ അടിപൊളി ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഞാനൊരു വീട്ടിൽ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അത് പോയി എടുത്തുകൊണ്ട് വരാം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കുറേ ഫണ്ണി ക്ലിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാത്തവരും എൻജോയ് ചെയ്യണം കേട്ടോ. പിന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയില്ല കേട്ടോ, ലാസ്റ്റ് വരെ കാണണം. അപ്പം നമുക്കത് പോയി എടുത്തുകൊണ്ട് വന്നാലോ. ഞാൻ ഈ കൊണ്ടുവരുന്ന കാർഡ്ബോർഡൊക്കെ എനിക്ക് വീട്ടിൻ്റെ അടുത്തുള്ള സരസ്വതിയമ്മ തന്നതാണ്. ചോദിക്കേണ്ട താമസം, അവിടുത്തെ ചേച്ചിമാർ അപ്പോഴേ ആവശ്യമുള്ള സാധനം എടുത്തോളാനാണ് പറഞ്ഞത്. ഇതൊക്കെ എടുത്തോണ്ട് വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ റിയാക്ഷൻസ് എടുക്കുന്ന കുറച്ച് ഫണ്ണി വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടൊന്ന് ചിരിച്ചാലോ. ചോദിച്ചു തുടങ്ങി, ആക്രി തുറക്കാൻ പോണ പഞ്ചായത്ത് ജോലി കിട്ടിയാന്നൊക്കെ ചോദിച്ചു. നിങ്ങളെ കണക്ക് ചിരിയാണ് വരുന്നത്. പക്ഷെ ചിരി വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. ആൾക്കാരെല്ലാം ചോദിച്ചു തുടങ്ങി. ടെൻഷൻ കളിച്ചിരുന്നോടാണ്. പിന്നെ നീ എന്നെ നാട്ടിക്കോ, ആൾക്കാരെല്ലാം ചോദിച്ചു തുടങ്ങി. പഞ്ചായത്ത് ജോലി കിട്ടിയ സത്യത്തിൽ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിരിച്ച് അവസാനം കരയും. കാരണം നമുക്ക് ആർക്കും അഭിനയിക്കാൻ അറിഞ്ഞൂടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ കഷ്ടപ്പാട്. എന്തായാലും നമുക്ക് ഉണ്ടാക്കുന്ന സാധനത്തിലോട്ട് പോവാം. കിട്ടിയ കാർഡ്ബോർഡുകളെല്ലാം ഇതുപോലെ 2 സൈസിലുള്ള ചതുരങ്ങളായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഇത് വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ 20, 15, 15, 10 അങ്ങനെയാണ് ആ ഒരു അളവിലാണ് ഞാൻ വെട്ടി കൊടുത്തിരിക്കുന്നത്. ചെറിയ പീസുകൾ 30, വലിയ പീസുകൾ 30, അങ്ങനെ ടോട്ടൽ 60 പീസുകളാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇതളിൻ്റെ ഷേപ്പിൽ കൂടി ഒന്ന് വരച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത് വരച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വരയ്ക്കാൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരുപോലെ വരച്ചെടുക്കാം. കാരണം വളരെ സിമ്പിളാണ്. വെട്ടിയെടുത്ത എല്ലാ പീസുകളിലും ഇതുപോലെ തന്നെ വരച്ചിട്ട് വെട്ടിക്കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു പേപ്പർ ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കി അങ്ങ് മാറ്റാം. ഇത് ഒരു സൈഡിൽ നിന്ന് പിടിക്കുമ്പോൾ വരത്തില്ല കേട്ടോ. അത് ഏതാണെന്ന് നോക്കിയിട്ട് വേണം പിടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ സെൻറ്ററിന്ന് ഇതുപോലെ ഏകദേശം ആ മിഡിൽ പോർഷൻ വരെ വെട്ടിക്കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നല്ല രീതിക്ക് പശ കൂടി വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ ആ ഇതളിന് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇതുപോലെ ഒരു വാൾ ഡെക്കർ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടിയൊക്കെ ഒന്ന് കണ്ടേക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ കുറച്ച് പൂക്കൾ കൂടി വരച്ച് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ കുറച്ച് റൗണ്ട് കൂടി വെട്ടിയെടുക്കുന്നുണ്ടേ. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെട്ടിയെടുത്ത പൂക്കളൊക്കെ ഇതുപോലെ ഒന്ന് ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളെ മീനൊക്കെ വരയത്തില്ലേ, അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്. ഞാനിവിടെ ഐബ്രോ ഷേപ്പ്നർ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ പൂക്കൾക്ക് കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഈ പൂക്കളിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടാണ് ഞാൻ വെട്ടിക്കൊടുത്തിരിക്കുന്നത്. 2 പൂക്കളും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ വട്ടമില്ലേ, ആ സർക്കിൾ, അത് ഇതുപോലെ മിഡിൽ പോർഷനിലും അതിൻ്റെ മുകളിലും കൂടി വെച്ചിട്ട് ആ പൂക്കളൊന്ന് അറേഞ്ച് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയും ഋതുക്കുട്ടനും മിന്നൂട്ടിയും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ടേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ അനന്തരഫലമാണ് ഈ കാണുന്നത്. ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം. ഇനി ഇതളുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിലോട്ട് ഇതളുകളൊക്കെ വെച്ച് ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കും. കറക്റ്റ് ആണെങ്കിൽ അതൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ആ ഫ്ലവറിന് നല്ലൊരു ഷേപ്പും കിട്ടും കേട്ടോ. ഒന്ന് ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ട് ആ ഫ്ലവറിൻ്റെ നല്ലൊരു ഷേപ്പ് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, അടിപൊളിയായിട്ട് ആ ഫ്ലവർ ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി പുറമേയുള്ള ആ വലിയ ഇതളുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കുറച്ചും കൂടി പൊക്കം കൂടി എന്തെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതുകൂടി അറേഞ്ച് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അകത്തുള്ള പൂവില്ലേ, അതും കൂടി ഒന്ന് വെച്ച് ആ പെറ്റൽസൊക്കെ കറക്റ്റ് ആവുന്ന രീതിക്കൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂവ് റെഡിയായി. ഇതുപോലത്തെ 6 സെറ്റ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിലേക്ക് നല്ല രീതിക്ക് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓരോ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൽ ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഇടാമോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പിന്നെ ഞാൻ ഇനി ഇടുന്നതിനെങ്കിലും ലോങ് വീഡിയോ ഇട്ട് പോവാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതും അതുകൊണ്ടാണ്. ഞാൻ ഈ പൂക്കൾക്ക് വെള്ള കളറും ഒരു ഡാർക്കായിട്ടുള്ള ഗ്രേ കളറുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന ആ പൂവിന് ഗോൾഡൻ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ചെന്ന് നമ്മുടെ ടെഡി ബിയറിൻ്റെ ബേക്കിൽ നിന്ന് കുറച്ച് പഞ്ഞി ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഗോൾഡൻ കളർ ആ പഞ്ഞിയിലോട്ടൊന്ന് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇത് നമുക്ക് സ്പഞ്ച് വെച്ചിട്ടും ചെയ്യാം. എൻ്റെ കയ്യിൽ സ്പഞ്ചില്ല, അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ അതിനെ അങ്ങ് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്.
ഫ്ലവറൊക്കെ നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലത്തെ സ്റ്റിക്ക് ഞാൻ വളച്ച് അതിനിടയ്ക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ പൈപ്പില്ല, കയ്യിലുള്ള സാധനം വെച്ചിട്ടാണല്ലോ ഞാൻ ഇതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ അതിനും കൂടി ഗോൾഡ് കളറും കൂടിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഇഷ്ടപ്പെടുവാണെങ്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്ത് അറിയിക്കണം കേട്ടോ.